ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഓർഗനൈസർ കൊണ്ടാണ്. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ഓർഗനൈസറാണ്. അതിനുവേണ്ടി വലിയൊരു പെട്ടി എടുത്തിട്ട് ഫുള്ളായിട്ട് A4 ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ പെട്ടിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഇനിയും ഉള്ളൊക്കെ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പെട്ടിയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. 3 പെട്ടികളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ പശ തേച്ചാൽ നമ്മുടെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കഴിയും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉള്ളിൽ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്താക്കി കൊടുക്കണം. അതിനുവേണ്ടി ഒരു സ്ഥലം കൂടി എനിക്ക് പുറത്തുള്ളതാക്കാനുണ്ട്. കുറച്ച് പാടാണ് കേട്ടോ, എന്നാലും എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഉള്ളാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത്. എല്ലാ ഭാഗവും കട്ട് ചെയ്തിട്ട് ഇതാ ഉള്ള് നമ്മൾ ഇങ്ങനെ വെച്ച് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ ഉള്ളും കൂടി ഇങ്ങനെ. അപ്പോൾ കുറച്ച് വിട്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെറിയ A4 ഷീറ്റ് പീസുകളൊക്കെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പെട്ടിയുടെ പകുതി ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്, അത് അടുത്തതിനാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഒരു ഷൂസ് പോലത്തെ പെട്ടി വേണം. ഈ പെട്ടി പോലെയുള്ളൊരു പെട്ടി എടുത്തിട്ട് നമ്മളതിനെ ഇതേപോലെ A4 ഷീറ്റ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്ത ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് സാധനങ്ങൾ വയ്ക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ അതിലുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഈ വാഷിംഗ് ടാപ്സ് എല്ലാം നമ്മൾ വാങ്ങിയതാണ്, നല്ലതാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും വാഷിംഗ് ടാപ്സ് ഹോം മെയ്ഡായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഈ കൂണിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയി. ഏറ്റവും നല്ല രസമുള്ളൊരു കൂണാണ്. അപ്പോൾ നമ്മൾ എൻ്റെ അനിയത്തിക്ക് ഉണ്ടാക്കിയത് അനിയത്തിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ എൻ്റേതാണ് എങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന പോലെയുള്ള വലിയൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പെട്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മഞ്ചിൻ്റെ പെട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലാതെ മഞ്ചിൻ്റെ പെട്ടി പോലെയുള്ള ചെറിയ ഏതെങ്കിലും പെട്ടി ഉണ്ടെങ്കിൽ അതും എടുക്കുക. എന്നിട്ട് ഞാൻ മഞ്ചിൻ്റെ പെട്ടി എടുത്തിട്ട് അതിൻ്റെ സൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ മഞ്ചിൻ്റെ പെട്ടി ആക്കാൻ പോകുന്നത് ഒരു ഷെൽഫായിട്ടാണ് കേട്ടോ, വലിപ്പ് ഷെൽഫായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഷെൽഫിന് ഇത്ര വണ്ണമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടായിട്ടിങ്ങനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര മാത്രമാണ് കേട്ടോ ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് കുറച്ച് ഭാഗം ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി ഒട്ടിച്ചു. കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ പ്ലക്കർ ഞാൻ പൊതുവേ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ മഞ്ചിൻ്റെ പെട്ടി മുറിച്ച ഭാഗം ഫുൾ കവർ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഫുൾ വൈറ്റ് തീമാണ് കേട്ടോ ചെയ്തത്. കാരണം എൻ്റെ വൈറ്റ് തീം ചെയ്താലാണ് കേട്ടോ രസം ഉണ്ടാവുക. കൂടുതലായിട്ടും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് മാത്രമാണ് ഉള്ളിലത്തെ ഭാഗം ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ വെട്ടി ഒട്ടിക്കുക ചെയ്യേണ്ടത്. ഈ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ അങ്ങ് വെറുതെ ചാടിക്കളയരുത്. അത് വേറെ എന്തെങ്കിലും വിടവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉപയോഗമാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ വിടവുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ ഉപയോഗങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ വിടവുണ്ടായിട്ട് ഇതിൻ്റെ ബാക്കി കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് എന്താണെന്നറിയോ, ഇതിൻ്റെ തന്നെ ബാക്കി കഷ്ണം എടുക്കാൻ കാരണം അത് ഞാൻ ചാടാണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ വിടവുകളൊക്കെ ഇതുകൊണ്ട് നമ്മൾ സെറ്റാക്കിയത്. എനിക്ക് നല്ല ഇഷ്ടമായൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഡൈനോസർ ഒരു ലവ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വെളുപ്പിൻ്റെ ഭാഗമാക്കിയിട്ട് ഒട്ടിച്ചു. പിന്നെ നമ്മൾ വലിയ ആ പെട്ടിയില്ലേ,
ആ പെട്ടിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ വേറെ ഒരു സ്ഥലമാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ നേരത്തെ കവർ ചെയ്ത ആ പെട്ടി ഫുള്ളായിട്ട് അതിന്മേൽ ഒട്ടിച്ചിട്ട് വേറൊരു പെട്ടിയാണ് കേട്ടോ എടുത്തത്. അത് ചെറിയൊരു പെട്ടിയാണ്. അതിന്മേൽ ഫുള്ളായിട്ട് പശയാക്കിയിട്ട് നമ്മൾ A4 ഷീറ്റിന്മേൽ ഒട്ടിച്ചിട്ട് ലാസ്റ്റ് ഭാഗം നമ്മളെല്ലാവരുടെയും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ എനിക്ക് 2 സാധനങ്ങളാണ് കേട്ടോ വെക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ സാധനം, ഒന്ന് സ്കെയിൽ, ഒന്ന് പെയിൻറ്റിങ് ബ്രഷ്, ഇത് രണ്ടുമാണ് കേട്ടോ വെക്കേണ്ടത്. എനിക്ക് അത് വെക്കാൻ സ്ഥലം ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ സാധനം. ഇതുണ്ടാക്കാൻ എനിക്ക് 2 ദിവസമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവിധ എന്തൊക്കെ ആയി എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നടുവിലൊന്ന് വെച്ച് കൊടുത്താൽ 2 സ്ഥലമായി മാറും. ഒന്ന് സ്കെയിൽ വെക്കാൻ, ഒന്ന് പെയിൻറ്റിങ് ബ്രഷ് വെക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ലാസ്റ്റാമത്തെ ഭാഗമാണ് കേട്ടോ നമ്മുടെ ഈ ഓർഗനൈസറിൻ്റെ. അപ്പോൾ നമ്മൾ ഇത് വലിയ പെട്ടീൻ്റെ സൈഡിലാണ് കേട്ടോ ഒട്ടിക്കണത്. സൈഡിലെന്ന് വെച്ചാൽ ആ സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രം നമ്മളതിൽ പെയിൻറ്റിങ് ബ്രഷ്, സ്കെയിൽസ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. അതോടെ എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഫുൾ ഈ വിതറിക്കിടക്കുന്ന സാധനങ്ങൾ ഇതിൽ പിറക്കി വെക്കലാണ് കേട്ടോ പരിപാടി. പെയിൻറ്റിങ് ബ്രഷ് ഇട്ടിട്ടുണ്ട്, സ്കെയിൽസും ഇടാനുണ്ട്, അതും ഇട്ടു. പിന്നെ സിസേഴ്സും, പിന്നെ നമ്മുടെ കുറച്ച് പെൻ ആൻഡ് പെൻസിൽസൊക്കെ വെക്കാനുണ്ട്, മാർക്കറൊക്കെ. അതൊക്കെ കുറേ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വലിയ സ്ഥലമാക്കിയത് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഗ്ലൂ ഗണ്ണായിരുന്നു, പിന്നെ കുറച്ച് പശ ഒട്ടിക്കുന്നതും, പിന്നെ B7000 ഒരു പശയുണ്ട്. പിന്നെ നമ്മുടെ പെയിൻറ്റും, അതുപോലെ സെലോ ടാപ്പ്, മറ്റേ വലിയ സെലോ ടാപ്പും ചെറിയ സെലോ ടാപ്പ്, പിന്നെ ചെറിയ പെയിൻറ്റ്സും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ മഷ്റൂംസ് ഇല്ലേ, അത് ഇവിടെ വെറുതെ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ വെക്കാമെന്ന്. പിന്നെ ഈ 2 കള്ളിയിൽ ഒന്നിൽ ഞാൻ എൻ്റെ കട്ടിംഗ് ബ്ലേഡും പേപ്പർ സോപ്പും സ്കട്ടറും പിന്നെ കുറച്ച് ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്രാഫ്റ്റിന് ആവശ്യമുള്ളതാണ്. അതൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. അടിയിലത്തേൽ ഞാൻ കുറേ വാഷി ടാപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് വെച്ച വാഷി ടാപ്പാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമായത്. അത് തന്നെയാണ് ഞാൻ ഇതിലൊട്ടിച്ചത്. കൂടുതലായിട്ട് ഹോം മെയ്ഡായിട്ടുള്ള വാഷി ടാപ്സാണ് ഇതിലൊട്ടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പ്ലക്കറും കൂടിയുണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അതേപോലെ നിങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പുണ്ടാക്കിയ കുറച്ച് ഓർഗനൈസർ ഉണ്ടായിരുന്നു, സ്കെച്ച് ഓർഗനൈസർ, പിന്നെ ഒരു ബുക്ക് അതേമേൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പെൻ ഓർഗനൈസർ ഞാൻ ഒരു സ്റ്റിക്കർ ഓർഗനൈസറാക്കി, പിന്നെ ഒരു ലവിൻ്റെ ഷോക്ക് വെക്കണ ഒരു സാധനവും, പിന്നെ ഒരു ലവിൻ്റെ ചെറിയ സ്റ്റിക്ക് കൊണ്ട്, ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനവും അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.